ഫയലുകളുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ അത് വേണ്ട കമാൻഡ്സുകളൊക്കെ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ഡോക്ക് എന്ന് പറഞ്ഞൊരു ഡയറക്ടറി കോപ്പികൾ ആ ഫയലിൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഡോക്കിൻ്റെ താഴെ അതിൻ്റെ തന്നെ ഫയലുകൾ കോപ്പി ചെയ്ത് വയ്ക്കാം. കോപ്പി ചെയ്യാനായിട്ട് cp d1 എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, d1 കോപ്പി. അപ്പോൾ ഒരു ഫയലിൻ്റെ കോപ്പി എടുത്തു. ദെൻ d2 കോപ്പി, ദെൻ cp d3 കോപ്പി. ഓക്കെ, 3 ഫയലുകളുടെ കോപ്പി. അപ്പോൾ ഓൾറെഡി 3 ഫയൽ d1 d2 d3 ഉണ്ട്. അതുകൂടാതെ 3 ഫയലുകളുടെ കോപ്പി. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ di കോപ്പി എന്ന് ഞാൻ കൊടുത്തു, അതിൻ്റെ പേര് മാറ്റണമെങ്കിൽ mb കൊടുത്തിട്ട് d1 കോപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയലിൻ്റെ പേര് ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കമൻറ്റ് ആയിരുന്നത്. അടുത്തത് ക്രിയേറ്റ് ഡയറക്ടറി ബാക്കപ്പ് ഇൻ ദ മൈ ഫയൽസ് ഡയറക്ടറി. അതിന് ശേഷം ഈ പ്രസൻറ്റേഷനിലുള്ള എല്ലാ ഫയലുകളും ഈ ബാക്കപ്പ് എന്നുള്ള ഡയറക്ടറിയിൽ കോപ്പി ചെയ്യണം. അപ്പോൾ മൈ ഫയൽസിൻ്റെ ഉള്ളിൽ ഒരു ബാക്കപ്പ് ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. മൈ ഫയൽസിലേക്ക് ചേഞ്ച് ചെയ്തു. cd ഡോട്ട് എന്ന് കൊടുത്താൽ തൊട്ട് മുന്നത്തെ ഡോക്സിൻ്റെ തൊട്ട് മുന്നത്തെ മൈ ഡയറക്ടറിയിലേക്ക് എത്തും. mkdir ബാക്കപ്പ്. എനിക്ക് വേണ്ടത് ഈ പ്രസൻറ്റേഷനിലെ cp പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ ഫയലിലെ എല്ലാ ഫയലുകളും ഇങ്ങോട്ട് കോപ്പി ചെയ്യണം, ബാക്കപ്പിലോട്ട് കോപ്പി ചെയ്യണം. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാ ബാക്കപ്പിൻ്റെ ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫയലുകളും ബാക്കപ്പിലോട്ട് കോപ്പി ചെയ്തു. ഫയൽ ക്രിയേറ്റ് ചെയ്തു ആദ്യം, ബാക്കപ്പ് ഫോൾഡർ മൈ ഫയൽസിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഉള്ളിലോട്ട് കോപ്പി ചെയ്തു. ഇനി അടുത്ത ഡിലീറ്റ് ഓൾ ഫയൽസ് ഇൻ പ്രസൻറ്റേഷൻ ഫോൾഡർ. പ്രസൻറ്റേഷൻ ഫോൾഡറിലെ എല്ലാ ഫയലും ഡിലീറ്റ് ചെയ്യാനായിട്ട് rm പ്രസൻറ്റേഷൻ്റെ ഉള്ളിലെ എല്ലാ ഫയലും ഡിലീറ്റ് ചെയ്യുന്നു, ls. ഇനിയിപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ പ്രസൻറ്റേഷൻ്റെ ഉള്ളിൽ ഒന്നും കാണില്ല. ഓക്കെ, എല്ലാ ഫയലും ഡിലീറ്റ് ആയി. ദെൻ കോപ്പി ഫയൽസ് ഇൻ ഡോക്ക് ഇൻ ടു ബാക്കപ്പ് ഡയറക്ടറി. ഡോക്ക് ഡയറക്ടറിയുടെ എല്ലാ ഫയലുകളും എങ്ങോട്ട് കോപ്പി ചെയ്യണം? നമുക്ക് കോപ്പി ഫയൽസ് ഇൻ ഡോക്ക് ഇൻ ടു ബാക്കപ്പ് ഡയറക്ടറിയിലേക്ക്. അപ്പോൾ നമുക്ക് വേണ്ടത് cp ഡോക്ക് എന്ന് പറഞ്ഞ ഫയലിലെ ഫോൾഡറിലെ എല്ലാ ഫയലുകളും എങ്ങോട്ട് കോപ്പി ചെയ്യണം? ബാക്കപ്പിലേക്ക് കോപ്പി ചെയ്തു. ഇപ്പോൾ ls ബാക്കപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ വലിയൊരു എമൗണ്ട് ഫയലുകളായി ഉണ്ടാവും. ഓക്കെ, p1 p2 p3 കൂടാതെ നമ്മൾ കോപ്പി ചെയ്ത ഇപ്പോഴത്തെ ഫയലുകൾ. ഇനി ദെൻ പറയുന്നത് കോപ്പി ദ ഫയൽസ് p1 p2 p3 ഫ്രം ബാക്കപ്പ് ടു പ്രസൻറ്റേഷൻ. തിരിച്ച് നമുക്ക് ബാക്കപ്പിൽ നിന്ന് പ്രസൻറ്റേഷനിലേക്ക് കോപ്പി ചെയ്യണം. പല രീതിയിൽ കോപ്പി ചെയ്യാം. ഒന്നുകിൽ പ്രസൻറ്റേഷൻ ഫയലിൽ നിന്നിട്ട് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ബാക്കപ്പ് ഫയലിൽ നിന്നിട്ട് കോപ്പി ചെയ്യാം. ഏതെങ്കിലും ഒരു രീതിയിൽ കോപ്പി ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് മൈ ഫയൽസിൽ നിൽക്കുകയാണ്. അതിനുശേഷം cp ദെൻ കോപ്പി ബാക്കപ്പ് ഡയറക്ടറിയുടെ ഉള്ളിലുള്ള p വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് p1 p2. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ p സ്റ്റാർ എന്നുള്ളത് കൊടുക്കാം. ദെൻ അതിനെങ്ങോട്ട് കോപ്പി ചെയ്യണം? പ്രസൻറ്റേഷനിലേക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കണ്ടോ, കോപ്പി ബാക്കപ്പ് ഡയറക്ടറിയിലെ p എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഫയലുകളും പ്രസൻറ്റേഷൻ ഫയലിലേക്ക് കോപ്പി ചെയ്തു. ഓക്കെ, പല രീതിയിൽ ചെയ്യാം. വേറൊരാൾക്ക് വേറെ രീതിയിൽ ചെയ്യാൻ തോന്നിയെങ്കിൽ അതുപോലെ ചെയ്യാം. ഒരു ഡയറക്ടറിയിൽ ഒന്നില്ലെങ്കിൽ പ്രസൻറ്റേഷൻ ഫോൾഡറിൽ നിന്നിട്ടും ചെയ്യാം, അല്ല ബാക്കപ്പ് ഫോൾഡറിൽ നിന്നിട്ടും ചെയ്യാം. ദെൻ ക്രിയേറ്റ് കോപ്പി ഓഫ് സിറ്റി ഇൻ ബാക്കപ്പ് ഡയറക്ടറി. സിറ്റി എന്ന് പറഞ്ഞ ഡയറക്ടറിയുടെ അങ്ങനെ തന്നെ ഒരു കോപ്പി ബാക്കപ്പിൽ വരണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാവുന്നത് ഒന്നില്ലെങ്കിൽ ഇമേജസിലേക്ക് പോവുക. അതിനുശേഷം cp -r സിറ്റി എന്ന് പറഞ്ഞ ഡയറക്ടറി അങ്ങനെ തന്നെ കോപ്പി ചെയ്യാനായിട്ട് -r സിറ്റി ടു എവിടെയാണ്? നമ്മുടെ ഹോം ഡയറക്ടറിയുടെ താഴെ വരുന്ന മൈ ഫയൽസിൻ്റെ ഉള്ളിൽ വരുന്ന ബാക്കപ്പിലോട്ടാണ് കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, കണ്ടോ, cp -r സിറ്റി. ഇനിയിപ്പോൾ നമുക്ക് നോക്കി വെക്കാം. cd ഡോട്ട് ls ബാക്കപ്പ്. അപ്പോൾ അതിൻ്റെ താഴെ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ അങ്ങനെ തന്നെ കോപ്പി ചെയ്തു. നേരത്തെ ഫയലുകളാണ് കോപ്പി ചെയ്തത്. ഇവിടെ നമ്മൾ കണ്ടത് സിറ്റി എന്നുള്ള ഒരു ഫോൾഡർ അങ്ങനെ തന്നെ. അതുപോലെ തന്നെ മൂവ് ദ കോപ്പി ആനിമൽ ടു ബാക്കപ്പ് മൂവ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇമേജസ് ഫോൾഡറിലേക്ക് പോവാം. mv ആനിമൽ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ അങ്ങനെ തന്നെ നമ്മൾ മൂവ് ചെയ്യണം. അപ്പോൾ -r കൊടുക്കാൻ മറക്കരുത്. -r ആനിമൽസ് ടു നമ്മുടെ ഹോം ഡയറക്ടർ താഴെ വരുന്ന മൈ ഫയൽസിൻ്റെ താഴെ വരുന്ന ബാക്കപ്പിലോട്ട് മൂവ് ചെയ്യുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഓക്കെ, ഓക്കെ എങ്കിൽ ഇമേജസ്
ഡയറക്ടറിയുടെ ഉള്ളിലുള്ള ഈ പറയുന്ന ആനിമലിനെ നമുക്ക് മൂവ് ചെയ്യണം. അപ്പോൾ മൂവ് ചെയ്യാനായിട്ട് -r ഉപയോഗിക്കണമെന്നില്ല. ആനിമൽ ദെൻ ബാക്കപ്പ് ഒന്നില്ലെങ്കിൽ നമുക്ക് ടിൽഡ് സിമ്പിൾ ഉപയോഗിച്ച് ഹോം ഡയറക്ടറിനെ സ്പെസിഫൈ ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം. കറണ്ട് ഡയറക്ടറി ഇമേജസ് ആണ്. ഇമേജസിൻ്റെ പാരൻ്റ് ഡയറക്ടറി ഉള്ളിലാണ് നമ്മുടെ ഇത് ഡയറക്ടറി കിടക്കുന്നത്, ബാക്കപ്പ് ഡയറക്ടറി കിടക്കുന്നത്. ബാക്കപ്പ് ഡയറക്ടറിയുടെ ഉള്ളിലേക്ക് നമുക്ക് കോപ്പി ചെയ്യണം. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് cd ഡോട്ട് കൊടുത്തിട്ട് ls ബാക്കപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആനിമൽ എന്നുള്ള ഡയറക്ടറി. അതുപോലെ തന്നെ ഇമേജസിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആനിമൽസ് ഡയറക്ടറി പോയതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ആനിമൽസ് ഡയറക്ടറി പോയി. വീണ്ടും തിരിച്ച് നമ്മുടെ കോപ്പി ചെയ്ത ആനിമൽ ഡയറക്ടറി ഫ്രം ബാക്കപ്പ് ടു ഇമേജ് ഡയറക്ടറിയിലേക്ക് തന്നെ തിരിച്ച് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ഇമേജസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഏത് ഡയറക്ടറിയിലാണ്? ഇമേജസിലാണ്. ഇതിൽ നിന്നുകൊണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും മൂവ് കമാൻഡ് തന്നെ ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഇമേജസിൻ്റെ മുമ്പിലത്തെ ഡയറക്ടറി അല്ലെങ്കിൽ പാരൻ്റ് ഡയറക്ടറിയാണ് മൈ ഫയൽസ്. അതിൻ്റെ ഉള്ളിലുള്ള ബാക്കപ്പിൻ്റെ ഉള്ളിലുള്ള ആനിമലിനെ നമ്മുടെ കറണ്ട് ഡയറക്ടറി, അപ്പോൾ അതിന് കറണ്ട് ഡയറക്ടറി സ്പേസ് ഇട്ട് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്ത് വരും. ഓക്കെ, ഡയറക്ടറി തിരിച്ച് വന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മളോട് പറയുന്നത് കോപ്പി ദ ലിസ്റ്റ് ഓൾ ഫയൽസ് ഇൻ സബ് ഫോൾഡേഴ്സ് റിക്കേഴ്സിവ്ലി ഇൻ മൈ ഫോൾഡർ. അതായത് നമ്മുടെ മൈ ഫോൾഡറിൻ്റെ താഴെ വരുന്ന എല്ലാ ഡയറക്ടറീസും റിക്കേഴ്സിവ്ലി കാണിക്കണം. ഉണ്ടോ? -r എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിക്കേഴ്സിവ്ലി എല്ലാ ഡയറക്ടറീസും, ഒരു ഡയറക്ടറിയുടെ താഴെ ഏതൊക്കെ ഡയറക്ടറി ഉണ്ട്, ഹോം ഡയറക്ടറിയുടെ മൈ ഫയൽസിൻ്റെ താഴെ ബാക്കപ്പ് ഡോക്ക്, അതിൻ്റെ ഉള്ളിൽ ബാക്കപ്പിൻ്റെ താഴെയുള്ളത്, ബാക്കപ്പിൻ്റെ താഴെ സിറ്റിയുടെ ഉള്ളിൽ, ഡോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, ഇമേജസിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്, ഇമേജസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്. ഇങ്ങനെ റിക്കേഴ്സിവ്ലി കാണിക്കാനായിട്ട് ക്യാപിറ്റൽ ലെറ്റർ R. ഓക്കെ, ദെൻ നമുക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ഓൾ ഫയൽ സൈസ് ഇൻ ഹ്യൂമൻ റീഡബിൾ ഫോം അത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ls -l എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ലിസ്റ്റ് ചെയ്ത് വരും, അതിൻ്റെ ലിസ്റ്റ് ചെയ്ത് വരും. ഇനി അതല്ല നമുക്കതിൻ്റെ സൈസ് ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് സൈസ് ഇതിൽ നോക്കിയ വ്യത്യാസം മനസ്സിലാവില്ല. cd ഡോട്ട് ls -l എന്ന് കൊടുത്താൽ എല്ലാ ഫയലുകളും ലിസ്റ്റ് ചെയ്ത് വരുന്നു. ഇതിൽ ഈ കാണുന്നതാണ് ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റീഡബിൾ ഫോമിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ -h എന്ന് കൂടി കൊടുത്താൽ LH. അപ്പോൾ നമ്മൾ കിലോബൈറ്റ് ആണെങ്കിൽ കിലോബൈറ്റ്, ബൈറ്റ്സിൻ്റെ സൈസിൽ പറയാവുന്നതാണെങ്കിൽ അത്. ഓക്കെ, ഇനി അതല്ല നമുക്ക് അതിൻ്റെ സോർട്ട് ചെയ്ത് കൂടി കാണിക്കണമെങ്കിൽ S എന്ന് കൂടി കൊടുത്താൽ അത് സോർട്ട് ചെയ്ത് വരും. കണ്ടോ? ഏറ്റവും ചെറിയ സൈസുള്ളത് താഴെ, ഏറ്റവും മുകളിൽ സൈസുള്ളത് മേളിൽ. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിച്ച കമാൻഡ് ഇതാണ് -lhs. ദെൻ ഒരു ഡയറക്ടറി എന്നിട്ട് വേറൊരു ഡയറക്ടറിയിൽ കണ്ടൻറ്റ് കാണണമെങ്കിൽ ഇവിടെ പറയുന്നത് ETCയുടെ ഉള്ളിൽ കണ്ടൻറ്റാണ് കാണേണ്ടത്. ETCയിലുള്ള കണ്ടൻറ്റ് കാണാനായിട്ട് /etc. എൻ്റെ പാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ടറിയിലുള്ള ഫയലുകൾ കാണും. അതിലിപ്പോൾ P വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ETCയുടെ താഴെ P വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രം. അപ്പോൾ P*. ഓക്കെ, ETCയുടെ താഴെ P വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ഫയലുകളും. ലിസ്റ്റ് ഫയൽസ് ബേസ്ഡ് ഓൺ ലാസ്റ്റ് മോഡിഫൈഡ് ടൈം. അതായത് നമുക്ക് ലാസ്റ്റ് മോഡിഫൈഡ് ടൈമിൻ്റെ റിവേഴ്സ് ഓർഡറിൽ വരണമെങ്കിൽ -ls കൊടുത്തതിന് ശേഷം -l എല്ലാ ഡീറ്റെയിൽസും വരും. ദെൻ T എന്ന് പറഞ്ഞാൽ ടൈം, ഇൻ റിവേഴ്സ് ഓർഡറിൽ പറഞ്ഞാൽ ഉണ്ടോ ടൈം ക്രിയേറ്റ് ചെയ്തതിൻ്റെ നേരെ. ഇപ്പോൾ ഇവിടെ December 1 അവസാനം ക്രിയേറ്റ് ചെയ്തതല്ല, ആദ്യം ക്രിയേറ്റ് ചെയ്തതാണ്, അവസാനം ക്രിയേറ്റ് ചെയ്തതാണ്, ആദ്യം ക്രിയേറ്റ് ചെയ്തതാണ്, ആദ്യം വന്നിട്ടുള്ളതാണ്. തിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവസാനം ക്രിയേറ്റ് ചെയ്തത് സോർട്ട് ചെയ്ത് വരും. ഓക്കെ, എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ഓർഡറിലാണ് വരിക. ദെൻ ലിസ്റ്റ് സൈസ് ആൻഡ് ഡിസ്പ്ലേ യൂസർ ഐ ഡി ആൻഡ്, അതായത് നമ്മുടെ ലിസ്റ്റ് യൂസർ ഐ ഡിയും യൂസർ നെയിമും പകരം, അതായത് ഇവിടെ സിറ്റി ലാബിന് പകരം നമുക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ യൂസർ ഐ ഡി വെച്ച് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഏത് യൂസറിൻ്റെ ഏത് ഗ്രൂപ്പിലുള്ള ആളുടെ ഐ ഡി എന്നുള്ളത് കാണും. അപ്പോൾ -n എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. ഒരു ഫയലിൻ്റെ സ്റ്റാറ്റസ്, ഇപ്പോൾ സ്റ്റാറ്റസ് കാണാനായിട്ട് സ്റ്റാറ്റ് ഒരു ഫയലിൻ്റെ സ്റ്റാറ്റസ് നോക്കും. ഇപ്പോൾ വേർഡ് കൗണ്ട് എന്ന് പറഞ്ഞ ഫയലിൻ്റെ സ്റ്റാറ്റസ് നോക്കും. അതായത് ആ ഫയൽ എത്ര മെമ്മറി ഉണ്ട്, എത്ര ബ്ലോക്ക് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, എപ്പോഴാണ് ഓപ്പൺ പെർമിഷൻ എന്താണ്, ഏത് യൂസറാണ്, യൂസറിൻ്റെ ഐ ഡി എന്താണ്, എത്ര ലിങ്ക് ഫയലുണ്ട്, അങ്ങനെ എല്ലാ സ്റ്റാറ്റസും കാണാനായിട്ട്
AT എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ LS എന്ന് പറഞ്ഞതിന് ശേഷം -L കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഏത് ടൈപ്പ് ഫയലാണെന്നാണ്. ഒരു ചില സ്പെഷ്യൽ ടൈപ്പ് ഫയലുണ്ട്, എക്സിക്യൂട്ടബിൾ ഫയല്, ഡയറക്ടറീസ്. അപ്പോൾ അതിൽ നമുക്ക് ഒന്നുകൂടി വ്യത്യാസമായിട്ട് കാണിക്കാനായിട്ട് ക്ലാസിഫയേഴ്സ് ഉപയോഗിച്ച് കാണിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഡയറക്ടറി ആണെങ്കിൽ ഇങ്ങനെ വന്നു, എക്സിക്യൂട്ടബിൾ ആണെങ്കിൽ സ്റ്റാർ വന്നു, ലിങ്ക് ആണെങ്കിൽ ഇങ്ങനെ വന്നു. ഓക്കെ.